ഫ്രണ്ട്സ്, വെൽക്കം ടു സായോസ് ഫുഡ് വ്ലോഗ്. ഇന്ന് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു എഗ് സാൻഡ്വിച്ച് ആയാലോ? ക്രീമി എഗ് സാൻഡ്വിച്ച്. ഇൻഗ്രീഡിയൻസ്: എഗ്ഗ്, മയോണൈസ്, ബ്രെഡ്, പെപ്പർ, സോൾട്ട്, ഷുഗർ, മിൽക്ക്. ആദ്യം ബ്രെഡിൻ്റെ 4 സൈഡ് കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഒരു ബൗളെടുത്ത് അതിലേക്ക് 3 മുട്ട ഞാൻ എടുത്തേക്കുന്നത്. അത് ബോയിൽ ചെയ്തതാണ്. ആ ബോയിൽ ചെയ്ത എഗ്ഗ് നല്ലപോലെ സ്മാഷ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഒരു ഫോർക്ക് ഉപയോഗിച്ച് നല്ലപോലെ സ്മാഷ് ചെയ്യുന്നത്. അതേപോലെ സ്മാഷ് ചെയ്തെടുക്കുക. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു സാൻഡ്വിച്ചാണ് കേട്ടോ ഇത് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. ഒരു 5 മിനിറ്റ് മതി. എഗ്ഗൊക്കെ ബോയിൽ ചെയ്ത് വെച്ചതാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ നമ്മൾ നല്ലതുപോലെ ഒന്ന് സ്മാഷ് ചെയ്തെടുക്കണം. ഇനി അതിലേക്ക് മയോണൈസ്, ഞാനൊരു 3 ടീസ്പൂൺ മയോണൈസാണ് ചേർത്തേക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അത്രയും ചേർക്കാം, അതിൻ്റെ തിക്നെസ്സിനനുസരിച്ച്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് പെപ്പർ ഞാൻ ചേർക്കുന്നുണ്ട്. അത് എരിവിനനുസരിച്ച് ചേർത്താൽ മതി. പിന്നെ ഇതിലേക്ക് സോൾട്ട്, അതും ആവശ്യത്തിന്. ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അത് ആഡ് ചെയ്യുമ്പോഴത്തേനും കുറച്ചുകൂടി നല്ല ടേസ്റ്റാണ് ഈ സാധനത്തിന്. അപ്പോൾ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിലൊരു ടേസ്റ്റ് ആയിരിക്കും ഇതിന് വരിക. ഇനി ഇതിലേക്ക് ഞാനൊരു 2 ടീസ്പൂൺ പാലും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു ക്രീമി കൺസിസ്റ്റൻസിയിൽ വരും. അപ്പോൾ അതാകുന്നത് വരെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന അമ്മമാർ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു സാൻഡ്വിച്ചാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി നമുക്ക് ബ്രെഡ് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന ഈ എഗ്ഗ് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയൊരു ഹെൽത്തി മയോണൈസാണ്. ഇതിൻ്റെ റെസിപ്പി വേണ്ടവർ കമൻറ്റ് ബോക്സിലൊന്ന് പറഞ്ഞാൽ മതി, ഞാൻ ഇതിൻ്റെ റെസിപ്പി ചെയ്യാം. ഇതിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ സോസ് കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും. ഇതിപ്പോൾ ഞാൻ കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയത് കൊണ്ടാണ് സോസ് ആഡ് ചെയ്യാനത്. അങ്ങനെയും കൂടെ ആഡ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ളൊരു സാൻഡ്വിച്ചാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതോടൊപ്പം നമ്മുടെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.